അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ മൗഖൂസ് മൗലിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അറബി ഭാഷയിൽ മൗലിദ് എന്ന പദത്തിന്റെ അർത്ഥം ജനന സമയം. അതുപോലെ ഒരു സ്ഥലത്ത് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഖുർആനിൽ നിന്ന് വളരെ എളുപ്പമായത് ഓതി മഹാന്മാരായ അംബിയാക്കളുടെയോ മഹത്തുക്കളായ ഔലിയാക്കളുടെയോ ജനനവും ആയി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, അവരുടെ ഹിസ്റ്ററി പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ വിശദീകരിച്ച് അവരെ പുകഴ്ത്തി പറഞ്ഞ് പ്രാർത്ഥന നടത്തുന്നതിൽ ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരു രീതിയാണ് മൗലിദ്. സാങ്കേതിക അർത്ഥത്തിൽ പദ്യഗദ്യ സമ്മിശ്രമായതാണ് പരിശുദ്ധമായ മൗലിദുകൾ. അത് ഷറഫുൽ അനാം മൗലിദായാലും മങ്കൂസ് മൗലിദായാലും ബദർ മൗലിദായാലും നഫീസത്ത് മാലയായാലും അവരെ പുകഴ്ത്തി സംഭവ വികാസങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി പ്രാർത്ഥിച്ച് പിരിയുന്ന രീതിയാണ് യഥാർത്ഥ മൗലിദെന്ന് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ മൗലിദ് ആഘോഷവും അന്നദാനവും പുണ്യകർമ്മവും പ്രതിഫലാർഹവുമാണ്. അത് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാന ഉസ്താദായ അബൂ ഉസാമ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ, അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ നമ്മുടെ ഷാഫി മദ്ഹബിലെ പ്രഗൽഭരായ മദ്ഹബിന്റെ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്തതായി അൽ ഹാവിയയിലും ഷർവാനിയിലും വിശദീകരിച്ചത് കാണാം. മൗലിദ് ആഘോഷം എന്നുള്ളത് പ്രതിഫലാർഹവും പുണ്യകർമ്മവുമാണ്. ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻകാല ധാരാളം ഇമാമിങ്ങൾ അനവധി മൗലിദുകൾ രചിക്കാൻ കാരണം. മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും അല്ലാഹുവിൻ്റെ ഔലിയാക്കളും അംബിയാക്കളും പ്രവാചകനെ പുകഴ്ത്തിയ ആളുകളായിരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അല്ലാഹും അവന്റെ മലക്കുകളും പ്രവാചകന്മാർക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ, സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും നിർവഹിക്കണം. സ്വലാത്ത് എന്ന പദം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ചത് പ്രവാചകന്റെ അവദാനം
പ്രവാചകന്റെ അവദാനം വാഴ്ത്തലാണ്. വലിയ മഹത്വമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കൊണ്ട് നാം സന്തോഷിക്കേണ്ടതുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ്. സത്യവിശ്വാസിയുടെ ജീവിതവും ശരിപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചേ പറ്റൂ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, എല്ലാറ്റിനേക്കാളും എല്ലാ ജനങ്ങളെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല. ആ ഹബീബിന്റെ അവദാനങ്ങൾ, ആ ഹബീബിന്റെ മദ്ഹുകൾ, ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് പരിശുദ്ധമായ മൗലിദ് എന്നുള്ളത്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ മങ്കൂസ് മൗലിദിനെ കുറിച്ചാണ്. മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ് വാക്കിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ, വലിയ സൈനുദ്ദീൻ മഖ്ദൂം, അവരാണ് പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് അതിന്റെ രചയിത എന്ന അഭിപ്രായമാണ്. നമ്മിലേക്ക് എത്താൻ കാരണമായത് സൈനുദ്ദീൻ മഖ്ദൂം അവറുകളാണ്. മഹാനവറുകളുടെ ജനം ഹിജ്റ 871, 1467 ക്രിസ്താബ്ദം, ഹിജ്റ 920 മഹാനവറുകൾ വഫാത്താകുന്നത്. പൊന്നാനിയിലാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ നിലകൊള്ളുന്നത്. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ വസൂരി രോഗം പിടിപെട്ട് വ്യാപിക്കുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ അന്നത്തെ അവിടുത്തെ ജനങ്ങൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് പോയി ആവലാതി പറഞ്ഞപ്പോൾ, പരാതിപ്പെട്ടപ്പോൾ മഹാനവറുകൾ മങ്കൂസ് മൗലിദ് ഓതാൻ വേണ്ടി പറഞ്ഞു. പല മൗലിദുകളിൽ നിന്ന് ചുരുക്കപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ് എന്നുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കാനും അവിടുത്തെ മദ്ഹ് പറയാനും അവിടെ പ്രകീർത്തിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. മഹാന്മാരായ മഹത്വക്കളായ എല്ലാ ആളുകളും ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്. ഹബീബിനെ സ്നേഹിക്കാതെ യഥാർത്ഥ മുഅ്മിനാവാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ, മദ്ഹുകൾ, ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് പരിശുദ്ധമായ മൗലിദ് എന്നുള്ളത്. അല്ലാഹു തആല നമ്മെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.